എന്തെങ്കിലും പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ? എന്തായിരുന്നു ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മ ശ്രീതു, അവരുടെ പേരിൽ ഷിജു എന്ന് പറഞ്ഞ ആളൊരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ 10 ലക്ഷം രൂപ അവർ ചീറ്റ് ചെയ്തെന്നുള്ളതും ആണ് പരാതി. അതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവർ പൈസ ചീറ്റ് ചെയ്തതായും അതുപോലെ തന്നെ ചില രേഖകൾ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ളതായും തെളിവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചീറ്റിംഗ് ആൻഡ് ഫോർജറിക്ക് ഇവരെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കോടതിയിൽ ഹാജരാക്കും. ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അതിൽ പല കാര്യങ്ങളും അന്വേഷിക്കാൻ ബാക്കിയുണ്ട്. ഈ ഫിനാൻഷ്യൽ ഫ്രോഡിൽ എത്ര പരാതി നമുക്ക് കൊണ്ടിട്ടുണ്ട് നിലവിൽ? അത് അന്വേഷിക്കണം. 10ഓളം ആളുകളിൽ നിന്ന് പൈസ വാങ്ങിച്ചതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ നിജസ്ഥിതി മനസ്സിലായെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കൂ. എത്ര FIR ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്? ഒരു FIR ആണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവർ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട്. അത് അങ്ങനെ പറയാൻ സഹകരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ എത്രമാത്രം വസ്തുതയുണ്ട് എന്നുള്ളതൊക്കെ നമുക്കത് പരിചയപ്പെടുത്താം. അതെ, അതെ. ഇതിൽ എല്ലാം ദേവസ്വം ബോർഡ് ജോലി ഓഫർ ചെയ്തിട്ടുള്ളതാണോ? എല്ലാ തട്ടിപ്പ് അങ്ങനെയാണോ? അല്ല, ഒരു കേസിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. മറ്റു പരാതിക്കാരെ എന്തൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. പരാതികൾ വ്യാജരേഖ എന്ന് പറഞ്ഞാൽ ഇവർ ഡ്രൈവറായിട്ടൊരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അവർ സെക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ സീലടിച്ചിട്ട് ഒപ്പിട്ടുള്ളത്. ഡ്രൈവർ അപ്പം സാർ ഒരു മിനിറ്റ് കൂടി, ഈ മറ്റു പരാതികൾ സ്വഭാവം എങ്ങനെയാണ്? ഈ വേറെ തൊഴിൽ മേഖലയാണോ? അത് നോക്കണം, ഓരോന്ന് നോക്കണം. അത് ഓരോരുത്തരും കണ്ടു ചോദിച്ചവർ മൊഴിയെടുത്തെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. അല്ല, ഈ കിട്ടിയ പരാതികളിൽ എന്താ പറയുക, ദേവസ്വം ബോർഡിലേക്കുള്ള നിയമനത്തിന് വേണ്ടി തന്നെ? അതെ, എല്ലാമല്ല, ഈ ഒരു പരാതി മറ്റുള്ള പരാതി എന്താണെന്ന് കണ്ടുപിടിക്കുക, അത് മനസ്സിലാക്കണം. ഇതിന് മറ്റ് പ്രതികളുണ്ടോ? അവർക്ക് സഹായികളായിട്ടുണ്ടോ? ഏത് പ്രതികൾ? ശ്രീധുവിനെ സഹായിച്ച ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? പണം വാങ്ങുന്നതിന് ഇടനിലക്കാരോ അങ്ങനെ? അത് കൂടുതൽ അന്വേഷിക്കണം. ഇപ്പോൾ അവർ കസ്റ്റഡിയിൽ നമ്മൾ കൂടുതൽ വിശദമായിട്ട് അല്ല, അങ്ങനെ 3ഓളം പരാതി കൊടുത്തിട്ടുണ്ട്. അറസ്റ്റ് കൊടുത്തു. അത് പണം വാങ്ങി എന്നുള്ള പരാതിയാണ്. തട്ടിപ്പ് നടത്തിയാണ്. അതും ഈ ജോലി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് അത് ചോദിക്കണം. കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഈ അല്ല, അതൊന്നും ഇപ്പോൾ വെളിപ്പെടുത്താനാവുന്ന ഒന്നും ഇല്ല. നമ്മൾ കോൺക്രീറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു അങ്ങനെയൊന്നും പറയാറായിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കും.